ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ ഏറ്റവും വിശ്വവിഖ്യാതമാകാൻ പോകുന്ന സീരീസാണ് മനോരഥങ്ങൾ. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ 9ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച് MTയുടെ തിരക്കഥയിലൂടെ വരുന്ന സിനിമയാണ് അല്ലെങ്കിൽ ഒരു സീരീസാണ് മനോരഥങ്ങൾ. ഇതിനോടകം തന്നെ അതിൻ്റെ ട്രെയിലർ ലോഞ്ചും കാര്യങ്ങളുമൊക്കെ കണ്ടിരുന്നു നമ്മൾ. കമലഹാസൻ്റെ ആണ് ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രെയിലർ നമ്മളുടെ മുന്നിലേക്ക് തന്നത്. ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെ സിനിമകൾ തന്നെയാണ്. കടുകന്നാവ ഒരു യാത്രാക്കുറിപ്പ്, അതുപോലെ തന്നെ ഓളവും തീരവും. ഈ രണ്ട് സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും നോക്കി നിൽക്കുന്നത്. ഒരുപക്ഷെ മമ്മൂട്ടിയും മോഹൻലാലിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് MTയുടെ തിരക്കഥയിൽ വരുന്ന ചിത്രങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സീരീസ് നമുക്കറിയാമായിരുന്നു, ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ കഴിഞ്ഞ വർഷം വരുമെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ നവതിക്ക് 90ാം പിറന്നാളിന് വരുമെന്നായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അവരതിൽ നിന്ന് പിന്മാറുകയും അതിനുശേഷം സി കേരളയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 15 ഈ സിനിമ വരുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, മമ്മൂട്ടിയുടെ കടുകന്നാവ ഒരു യാത്രാക്കുറിപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമാസ് പോലും അഭിപ്രായപ്പെട്ടിരിക്കുന്നു, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഈ രണ്ട് സിനിമകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ പോലും ഇതിലേക്ക് വന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടിയുടെ കടുകന്നാവ ഒരു യാത്രാക്കുറിപ്പ് എന്നുള്ള ചിത്രം തന്നെയാണ്. മോഹൻലാലിൻ്റെ ഓളവും തീരവും ഏറെ ഉറ്റുനോക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പഴയ ഒരു സിനിമ അല്ലെങ്കിൽ മലയാളത്തിൽ വന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോൾ മറ്റൊരു അത്ഭുതവും കൂടിയുണ്ട്. മമ്മൂക്ക സമീപകാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെ അഭിനയിച്ചുവെങ്കിൽ ഈ ഒരു കാലത്ത് ചെറുതെങ്കിലും അല്ലെങ്കിൽ ഒരു സീരീസെങ്കിലും മോഹൻലാലും അല്ലെങ്കിൽ അതിനകത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. എപ്പോഴും ഇവർ ഇങ്ങനെ തന്നെയാണ്, ഒന്നിനൊന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് തന്നെയാണ് അവരുടെ ഓരോ സിനിമകളും ഓരോ കാലത്തും ഓരോ കാലഘട്ടത്തിലും അവർ ഈ കഴിഞ്ഞ 40-50 വർഷം പോയിരിക്കുന്നതും എന്നുള്ളത് കൗതുകകരമാണ്. എന്താണേലും കടുകന്നാവ എന്ന കഥയ്ക്ക് MTയുമായിട്ടുള്ള ജീവാംശം കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്. ബാക്കിയെല്ലാം കഥകളിലൂടെ വരുമ്പോൾ MT തന്നെ ആയി മാറുന്നു, അല്ലെങ്കിൽ MTയുടെ ജീവിതം തന്നെയാണ് മനോരഥങ്ങളിലെ കടുകന്നാവ എന്നുള്ളത് ഏറെക്കുറയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലേറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നതും മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയുടെ ഗതി തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏറെയും പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും അതിനകത്തിലെ മമ്മൂക്കയുടെ റിവ്യൂ പുറത്തു വരുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നമുക്ക് എവിടെയും കൊണ്ടുപോയി വെക്കാൻ കഴിയുന്ന ഒരു മികച്ച സീരീസ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇതിനു മുമ്പും ഒരു സീരീസ് ഇതുപോലെ ഇറങ്ങിയിരുന്നു. 10ഓളം സിനിമകൾ നിറക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പൃഥ്വിരാജിൻ്റെ സമയക്കുറവ് മൂലം ഒരു സിനിമ ഇതിനകത്തിൽ വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും മികച്ച സിനിമകൾ കാണാൻ നമുക്ക് 30-45 മിനിറ്റിനും ഇടയിലുള്ള ഓരോ സീരീസ് ആയിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ സിനിമയ്ക്കാണോ അല്ലെങ്കിൽ ഓളവും തീരത്തിനുമാണോ അതോ മമ്മൂട്ടിയുടെ സിനിമയായ കടുകന്നാവയ്ക്കാണോ എന്നുള്ളത് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.